നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. മോക്ഷത്തിന് സന്യാസം അനിവാര്യമാണോ? അല്ലെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ അർജുനനോട് പറയുന്നത്. കർമ്മവും കർമ്മ പരിത്യാഗവും മോക്ഷ കാരണമാകുന്നു. സർവസംഗ പരിത്യാഗി മോക്ഷം പ്രാപിക്കും എന്നത് ശരി തന്നെ. എന്നാൽ ആശാപാശങ്ങളിൽ കുടുങ്ങാതെ സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാതെ കർമ്മം ചെയ്യുന്നവൻ സന്യാസിയേക്കാൾ ശ്രേഷ്ഠനാകുന്നു. ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. ഇളങ്കോവടികളുടെ പ്രസിദ്ധമായ കൃതിയാണ് ചിലപ്പതികാരം. കണ്ണകിയുടെയും കോവലന്റെയും കഥയാണത്. ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. കണ്ണകിയും കോവലനും വിവാഹിതരായി. എന്നാൽ കോവലൻ മാധവി എന്ന വാരനാരിയിൽ വംശവദനായി തന്റെ സ്വത്തുവകകൾ മുച്ചൂടും മുടിക്കുന്നു. ഒടുവിൽ ഉപജീവനാർത്ഥം കണ്ണകിയും കോവലനും പാണ്ഡ്യനാട്ടിലെത്തുകയും തന്റെ ഒരു ചിലമ്പ് വിൽക്കാനായി കണ്ണകി കോവലനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കോവലൻ ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോകുന്ന സമയത്താണ് പാണ്ഡ്യരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് റാണിയുടെ ചിലമ്പ് കളവ് പോകുന്നത്. അത് കണ്ടെത്താൻ രാജകിങ്കരന്മാർ എങ്ങും അന്വേഷണം നടത്തുന്ന സമയം. കാഴ്ചയിൽ കണ്ണകിയുടെ ചിലമ്പിന് റാണിയുടെ ചിലമ്പുമായി സമാനത ഉണ്ടായിരുന്നതിനാൽ കോവലനെ രാജഭടന്മാർ പിടികൂടുകയും രാജസമക്ഷം ഹാജരാക്കുകയും ചെയ്യുന്നു. തുടർന്ന് രാജനിർദ്ദേശപ്രകാരം കോവലനെ കഴുകുമരത്തിൽ ഏറ്റി കൊല്ലുന്നു. ഇതറിഞ്ഞ കണ്ണകി തന്റെ മറുചിലമ്പുമായി രാജസന്നിധിയിലെത്തുന്നു. അതോടെ രാജാവും സദസ്യരും കോവലന്റെ നിരപരാധിത്വം തിരിച്ചറിയുന്നു. എന്നാൽ കുപിതയായ കണ്ണകിയുടെ ശാപഫലമായി മധുരാനഗരം കത്തിയെരിയുന്നു. ഇതാണ് ചിലപ്പതികാരത്തിന്റെ കഥ. ഇതിൽ ചില ഭേദങ്ങളോടെയാണ് തോറ്റംപാട്ട് എന്ന വായ്മൊഴിപ്പാട്ട് ഉണ്ടായിരിക്കുന്നത്. ദാരിക നിഗ്രഹത്തിനായി ജന്മമെടുത്ത ഭദ്രകാളിയുടെ അവതാരമായ കന്യാവ് പാലകൻ എന്ന യുവാവിനെ വിവാഹം കഴിക്കുന്നു. ഒരു നിയോഗമെന്ന പോലെ പാലകൻ ചിലമ്പുമായി പാണ്ഡ്യദേശത്ത് എത്തുന്നു. ഒരു സ്വർണ്ണപ്പണിക്കാരനാൽ ചതിക്കപ്പെട്ട് ബന്ധനസ്ഥനാകുകയും റാണിയുടെ ചിലമ്പ് കട്ടു എന്ന കുറ്റം ആരോപിക്കപ്പെട്ട് തൂക്കിലേറ്റപ്പെടുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ കന്യാവ് മധുരാനഗരം എരിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു. ഒരു ബാലികയുടെ രൂപത്തിൽ ആറ്റുകാലിൽ എത്തുന്നു. പിന്നെ അവിടെ നിന്നും വടക്കോട്ട് സഞ്ചരിച്ച് കൊടുങ്ങല്ലൂരിലെത്തി കുടിയിരിക്കുന്നു. ഇതിനിടയിൽ പാണ്ഡ്യൻ കിണറ്റിൽ തള്ളിയ അയാളുടെ ഭാര്യ പെരുന്തേവിയെ കരകയറ്റി മുത്താരമ്മയാക്കി മാറ്റുന്നുണ്ട്. ഭർത്താവിനെ കഴുമരത്തിൽ നിന്നും തോറ്റിയെടുക്കുന്നുണ്ട്. വരങ്ങളും ശാപങ്ങളും പലർക്കായി നൽകുന്നുണ്ട് എന്നിങ്ങനെ ചിലപ്പതികാര കഥയെ അടിസ്ഥാനമാക്കിയും എന്നാൽ ഏറെ വൈവിധ്യങ്ങളോടു കൂടിയുമാണ് കേരളത്തിൽ കണ്ണകിയുടെ ഐതിഹ്യം തോറ്റംപാട്ട് രൂപത്തിൽ പ്രചരിക്കുന്നത്. ഇതാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്സവകാലങ്ങളിൽ പാടുന്നത്. ഏതായാലും മധുരയിൽ നിന്നും അമ്മ പുറപ്പെട്ട് കൊടുങ്ങല്ലൂർ എത്തുന്നതിന് ഇടയ്ക്ക് തങ്ങിയ സ്ഥാനം എന്ന നിലയിൽ ആറ്റുകാൽ എന്ന ഈ പുണ്യഭൂമിക്ക് ഏറെ പ്രസക്തിയുണ്ട്. തോറ്റംപാട്ടുകളുടെ അകമ്പടിയോടെ ഉത്സവങ്ങൾ നടത്തുന്ന ഏതൊരു ക്ഷേത്രവും കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്നതുപോലെ തന്നെ അനുസ്മരിക്കപ്പെടേണ്ട ക്ഷേത്രമാണ് ആറ്റുകാൽ. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. ജപമോ തപസ്സോ ഇല്ലാതെ ഈശ്വര സേവയ്ക്ക് ഭക്തിഗീതങ്ങൾ ഉപയോഗിക്കാം എന്ന വിശ്വാസം പരന്നതോടെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ജനത കൂടി ഇതിൽ ആകൃഷ്ടരായി. അങ്ങനെ ഭക്തിഗീതങ്ങൾ സാമൂഹ്യ പരിഷ്കരണത്തിന് ആക്കം കൂട്ടി എന്ന് വേണം പറയാൻ. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം.
സൂര്യന്മാരെരിയും ത്രിനേത്രം ചുടുനിണം തേടുന്ന ചുരിക പോനാവ്. മരണം വിളങ്ങുന്ന നിക്രൂരദംഷ്ട്രം പ്രളയാഗ്നി ചുഴി തീർത്ത ജഡസടാകേസരം പ്രഹരണം പേറുന്നൊരഷ്ടഭുജങ്ങൾ ആകാശസീമയ്ക്കനന്തമാം ദേഹം ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം. നരനല്ല മൃഗമല്ല നരസിംഹരൂപം രാവല്ല പകലല്ല നിറസന്ധ്യ നേരം അകമല്ല പുറമല്ല ഉമ്മറപ്പടിയിൽ വിണ്ണല്ല മണ്ണല്ല തിരുമടിത്തട്ടിൽ. നരനല്ല മൃഗമല്ല നരസിംഹരൂപം രാവല്ല പകലല്ല നിറസന്ധ്യ നേരം അകമല്ല പുറമല്ല ഉമ്മറപ്പടിയിൽ വിണ്ണല്ല മണ്ണല്ല തിരുമടിത്തട്ടിൽ. ദൈത്യന്റെ പ്രാണനില്ല നഗരജാലം കുടൽമാലരുതിരവും മടിയുന്ന രൂപം ബ്രഹ്മാണ്ട സത്യങ്ങൾ കാക്കുന്ന ദേവൻ ഭക്തന്റെ രക്ഷയ്ക്കു നിമിഷാർദ്ധ നേരം. ആ ദിവ്യദർശനം പ്രഹ്ലാദ പുണ്യം ആ ദിവ്യദർശനം പ്രഹ്ലാദ പുണ്യം. കലികാലമാം വേതാളപ്പുറമേറി മനമാകെ മരുവുന്ന നേരം നാമം ജപങ്ങളും നാടിൻ്റെ നന്മയും നാടുവിട്ടകലുന്ന കാലം. കലികാലമാം വേതാളപ്പുറമേറി മനമാകെ മരുവുന്ന നേരം നാമം ജപങ്ങളും നാടിൻ്റെ നന്മയും നാടുവിട്ടകലുന്ന കാലം. തിന്മ നയിക്കുമീ കുഞ്ഞു മനസ്സുകൾ നാമം ജപങ്ങളാൽ ഉണർത്തിടണേ. നാരായണ നീ നന്മ നിറച്ചിടണേ നാരായണ നീ നന്മ നിറച്ചിടണേ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണ. പാലാഴി വെൺതിര തലോടിത്തൊഴുന്ന തവ പാദങ്ങളിൽ ഹൃദയ പത്മങ്ങളിൽ മാഹേന്ദ്ര നീലമണി പീഠത്തിൽ വച്ചു കണി കാണാൻ വരം തരിക നാരായണ. പാലാഴി വെൺതിര തലോടിത്തൊഴുന്ന തവ പാദങ്ങളിൽ ഹൃദയ പത്മങ്ങളിൽ മാഹേന്ദ്ര നീലമണി പീഠത്തിൽ വച്ചു കണി കാണാൻ വരം തരിക നാരായണ. ലക്ഷ്മീ കടാക്ഷതലമാല്യങ്ങൾ വീഴുമണിവക്ഷസിലുള്ള നവരത്നങ്ങളെ മൂടും മുനീന്ദ്രരുടെ പൂജാപ്രസാദമലർച്ചൂടാൻ വരം തരിക നാരായണ. ലക്ഷ്മീ കടാക്ഷതലമാല്യങ്ങൾ വീഴുമണിവക്ഷസിലുള്ള നവരത്നങ്ങളെ മൂടും മുനീന്ദ്രരുടെ പൂജാപ്രസാദമലർച്ചൂടാൻ വരം തരിക നാരായണ. നാരായണായ നമ നാരായണായ നമ നാരായണായ
കമലലക്ഷ്മീപദേ പാദം നമിച്ചു തിരുനാമാക്ഷരാവലികൾ പാടാൻ വരം തരിക നാരായണ. കാലങ്ങൾ തോറും അവതാരങ്ങളായി അവനി പാലിച്ചിടും കമലലക്ഷ്മീപദേ പാദം നമിച്ചു തിരുനാമാക്ഷരാവലികൾ പാടാൻ വരം തരിക നാരായണ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ 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 നാരായണ. ഭാരതത്തിലുടനീളം നോക്കിയാൽ ബലരാമ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. എപ്പോഴും കൃഷ്ണന്റെ നിഴലായി സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിലും ബലരാമനെ സംബന്ധിച്ച് നിരവധി കഥകൾ പുരാണങ്ങളിൽ നമുക്ക് കണ്ടെത്താനാകും. ബലരാമ ക്ഷേത്രങ്ങളെയും കഥകളെയും കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ജ്യേഷ്ഠസ്ഥാനീയനായിട്ടുള്ള കൃഷ്ണപരമാത്മാവായിട്ട് ഭഗവാൻ ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് എല്ലായ്പ്പോഴും ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ബലരാമസ്വാമിയെക്കുറിച്ചാണ് ഈ ഒരാഴ്ച നമ്മൾ ചിന്തിച്ചത്. അദ്ദേഹത്തിൻ്റെ കഥകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ധേനുകനെ വധിക്കുന്നതും തീർത്ഥാടനത്തിന് പോയതും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ സംസാരിച്ചു. എന്നാൽ ഇന്ന് ആ ഭഗവാന്റെ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള ഭഗവാന്റെ പ്രതിഷ്ഠയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിലെ ബലരാമ ക്ഷേത്രങ്ങളെ കുറിച്ച്. നമ്മുടെയൊക്കെ നാട്ടിൽ ചിലപ്പോൾ ഓരോ ബലരാമൻ്റെ ക്ഷേത്രങ്ങൾ ഉണ്ടായിന്ന് വരാം. എങ്കിലും പ്രശസ്തമായിട്ടുള്ള ചില ബലരാമ ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഭൂലോക വൈകുണ്ഠാണ് ഗുരുവായൂർ. നമുക്ക് എല്ലാവർക്കും അറിയാം. സാക്ഷാൽ ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹം അവിടെ ഉണ്ട്. ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹം ഇരുന്നിരുന്നത് ദ്വാരകയിലാണ്. ദ്വാരക കടലെടുത്തപ്പോഴാണ് ആ വിഗ്രഹം ഗുരുവും വായുവും കൂടെ ചേർന്ന് ഗുരുവായൂർക്ക് കൊണ്ടുവന്നത്. അതേ ദ്വാരകയിൽ തന്നെ താമസിച്ചിരുന്ന ആളായിരുന്നു സാക്ഷാൽ ബലഭദ്രസ്വാമി. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിരിക്കുന്ന വിഗ്രഹത്തിന് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് പൂജിച്ചു എന്നുള്ള വൈശിഷ്ട്യം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സാക്ഷാൽ ബലഭദ്രസ്വാമിയും അതേ വിഗ്രഹത്തിൽ ആരാധന നടത്തിയിട്ടുണ്ടാവും എന്നുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരേ സമയം ഭഗവാന്റെ 2 അവതാരങ്ങൾ പൂജിച്ച വിഗ്രഹമാണ് ഗുരുവായൂരിരിക്കുന്നത്. അവിടെ ആ വിഗ്രഹത്തിൽ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു ആണെങ്കിലും നമ്മളതിൽ കൃഷ്ണനെ സങ്കല്പിക്കുന്നു. അങ്ങനെയുള്ള കൃഷ്ണൻ ഗുരുവായൂരിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഗുരുവായൂർ തന്നെ ഒരു ക്ഷേത്രത്തിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് പല ആളുകൾക്കും വലിയ അതിനെക്കുറിച്ചുള്ള അറിവ് ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഗുരുവായൂരപ്പനെ മാത്രം കാണാനാണ് താല്പര്യം. ഭഗവാന്റെ ഏട്ടനെ കാണാൻ അത്ര കണ്ട് താല്പര്യം ആരും തന്നെ എടുക്കാറില്ല. ഗുരുവായൂർ ദേവസ്ഥത്തിന് തന്നെ കീഴിലുള്ള ഗുരുവായൂർ ദേവസ്വം കീഴേടായിട്ടുള്ള നെന്മേനി ബലരാമക്ഷേത്രം ഗുരുവായൂരുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബലരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അവിടെയുള്ളതും ഇതുപോലെ ചതുർബാഹു ആയിട്ടുള്ള മഹാവിഷ്ണു വിഗ്രഹമാണ്. എന്നാൽ അതിൽ സങ്കല്പിച്ചിരിക്കുന്നത് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമസ്വാമിയാണ്. പലയിടങ്ങളിലും കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട എല്ലാ ബലരാമ ക്ഷേത്രങ്ങളിലും നമുക്കൊരിക്കലും കലപ്പ പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ മുസലം പിടിച്ചു നിൽക്കുന്ന ബലരാമൻ്റെ വിഗ്രഹമൊന്നും കാണാൻ സാധിക്കില്ല. എല്ലായിടത്തും ചതുർബാഹു ആയിട്ടുള്ള വിഗ്രഹം തന്നെയാണ് കാണാൻ സാധിക്കുക. അതിലുള്ള സാന്നിധ്യമായിട്ട്, അതിലുള്ള ചൈതന്യമായിട്ട് ബലഭദ്രസ്വാമിയെ നമ്മൾ പൊതുവിൽ കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ ഗുരുവായൂർ വരുന്ന ആളുകൾക്ക് ഭഗവാനെ മാത്രം കണ്ടാലാണ് സംതൃപ്തി ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി ഭഗവാന്റെ ഏട്ടനായിട്ടുള്ള, ഭഗവാൻ അത്രയധികം സ്നേഹിച്ചിരുന്ന, ഭഗവാൻ ആരുടെയെങ്കിലും മുമ്പിൽ വെറുതെ പേടിയൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ, അല്പസമയം ഭഗവാൻ കുസൃതിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ആ ഏറ്റവും പ്രിയപ്പെട്ട ഏട്ടനായിട്ടുള്ള ആ ബലരാമേട്ടൻ്റെ മുമ്പിൽ മാത്രമാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ പൂർണ്ണമായിട്ടും സന്തോഷിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നെന്മേനി ബലരാമസ്വാമി ക്ഷേത്രത്തിലൂടെ പോവാം. അവിടെ പോയി ഭഗവാനെ കാണാം. ഒരേ സമയം ഏട്ടനെയും അനിയനെയും കണ്ട സന്തോഷമായിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോവാം. ഇത് മധ്യ കേരളത്തിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ബലരാമ ക്ഷേത്രമാണ് നെന്മേനി ബലരാമ ക്ഷേത്രം. ഇനി നമ്മൾ ഉത്തര കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ, വടക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്.
അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ബലരാമസ്വാമിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ബലരാമ ക്ഷേത്രത്തിൽ നിന്ന് ബലരാമൻ ഭഗവാനെ കാണാൻ, അതായത് അനിയനെ കാണാനായിട്ട് ഇങ്ങോട്ട് തൃച്ചംബരത്തേക്ക് വരുന്നതായിട്ടാണ് ആ ഉത്സവത്തിൻ്റെ സങ്കല്പം. ആ ഉത്സവത്തിനെ തന്നെ അവിടെ വിളിക്കാറുള്ളത് കൂടിപ്പിരിയൽ എന്നാണ്. എന്നുവെച്ചാൽ ഏട്ടൻ അനിയനെ കാണാൻ വരുന്നതും കുറച്ച് ദിവസം അനിയൻ്റെ കൂടെ ചെലവിടുന്നതും തിരിച്ച് വളരെയധികം വേദനയോടുകൂടി അനിയൻ്റെ അടുത്തുനിന്ന് തിരിച്ചു പോകുന്നതുമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം. അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭഗവാന്റെ ഈ ചൈതന്യം, തെടമ്പ് നൃത്തം എന്ന രീതിയിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് തൃച്ചംബരം. അവിടെ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും തെടമ്പുകൾ ശിരസിലേന്തിക്കൊണ്ട് നൃത്തം ചെയ്യാറുണ്ട്. ബലരാമസ്വാമി ഭഗവാനെ വിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഏട്ടനെ പറഞ്ഞയക്കാൻ ഒരിക്കലും ഭഗവാന് താല്പര്യം ഉണ്ടാവില്ല എന്നാണ്. ഭഗവാൻ നോക്കി നിൽക്കെ ഏട്ടൻ പോകുന്നത് കാണാനുള്ള ഒരു ശേഷി ഭഗവാൻ ഉണ്ടാവില്ല എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഒരു കുടം വെണ്ണ കാണിച്ച് ഭഗവാന്റെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റി ആ സമയത്താണ് ബലരാമസ്വാമിയുടെ വിഗ്രഹം പുറത്തേക്ക് കൊണ്ടുപോകാറ് എന്ന് മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത്രയധികം സ്നേഹം ഭഗവാനോട്, എത്രയധികം ഭഗവാൻ സ്നേഹിക്കുന്നുണ്ടോ സ്വയം, അതിലേറെ ഭഗവാൻ തൻ്റെ അവതാരകാലത്ത് സ്നേഹിച്ചിരുന്ന ഒരാളാണ് ബലരാമസ്വാമി. അപ്പം എവിടെയാണോ നിങ്ങളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ ഗ്രാമത്തിൽ ഒരു ബലരാമസ്വാമിയുടെ ക്ഷേത്രം ഉള്ളത്, അവിടെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നുണ്ടാവുക സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്, ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഇത് ബലരാമനല്ലേ, ഇവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ കൃഷ്ണനല്ലോ എന്നുള്ള ഭേദഭാവം മാറ്റി ബലരാമനിലുള്ളതും ശ്രീകൃഷ്ണനിലുള്ളതും ആ ഒരേ നാരായണൻ തന്നെയാണ് എന്നുള്ള ബോധത്തോടു കൂടി ഭഗവാനെ നമസ്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഭഗവാന്റെ കയ്യിലുള്ള മുസലമായിക്കോട്ടെ അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിലുള്ള കലപ്പ ആയിക്കോട്ടെ, അതൊക്കെ ആത്മനിയന്ത്രണത്തിൻ്റെ ആയുധങ്ങളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഭഗവാനെ ഭജിക്കുന്ന ഓരോരുത്തർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. ബലരാമസ്വാമിക്ക് ഇഷ്ടപ്പെട്ട നൈവേദ്യങ്ങൾ ഭഗവാൻ കുറച്ചൊക്കെ ഒന്നൊരു താമസിക സ്വഭാവം പലപ്പോഴും കാണിക്കാറുള്ളത് കൊണ്ട് തന്നെ, വീരതയുള്ള ഒരു ഈശ്വരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ആരാധനകൾ നടക്കുന്ന സമ്പ്രദായങ്ങളും കേരളത്തിലും ഭാരതത്തിലും ഉണ്ട്. പുരാണങ്ങളിൽ പല സന്ദർഭങ്ങളിൽ അദ്ദേഹം മദ്യം പാനം ചെയ്തതായിട്ടൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആരാധനയുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ സാത്വികമായിട്ടുള്ള, തീർച്ചയായിട്ടും മഹാവിഷ്ണു സ്വരൂപമായിട്ടുള്ള ആരാധനയായിട്ടാണ് ബലരാമസ്വാമിയെ കാണുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ നാരായണനായിട്ട് കൊണ്ട് തന്നെയാണ് പൂജിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നാരായണനുമായിട്ട് വളരെയധികം സാമ്യതയുണ്ട്. അങ്ങനെയുള്ള ആ നാരായണൻ തന്നെയായിട്ടുള്ള ആ ഭഗവാനെ നമുക്ക് ബലരാമസ്വാമിയിൽ കാണാൻ സാധിക്കട്ടെ. ഭൂമി അതിന് ഭൂഭാരം തീർക്കാനായിട്ട് ഭഗവാനോട് അഭ്യർത്ഥിച്ച സമയത്ത് ഭഗവാൻ 2 മുടിയെടുത്ത് താഴേക്ക് ഇട്ടു എന്നാണ്. ഒരു മുടി ഒരു കറുത്ത മുടിയും ഒരു മുടി ഒരു വെളുത്ത മുടിയും. ആ കറുത്ത മുടി കൃഷ്ണനായിട്ടും വെളുത്ത മുടി ബലരാമനായിട്ടും തീർന്നു എന്നൊരു ഐതിഹ്യം പറയാറുണ്ട്. രണ്ടും ഒരേ സ്രോതസ്സിൽ നിന്ന് വന്ന ചൈതന്യങ്ങൾ തന്നെയാണ്. ആ രണ്ടിനെയും ഒന്നായി കണ്ടുകൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. പല ക്ഷേത്രങ്ങളിലും ഉപദേവതാ പ്രതിഷ്ഠയായി മാടൻ സ്വാമിയെ നമുക്ക് കാണാം. ഏതൊരു ദേവസങ്കല്പത്തെയും സ്വാംശീകരിക്കുന്നതിൻ്റെ ഭാഗമായി അനുബന്ധ കഥകൾ മെനയാൻ മനുഷ്യന് കഴിവുള്ളതിനാൽ മാടനെ മഹാദേവന്റെ പുത്രൻ എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന കഥകളുമുണ്ട്. ഏതായാലും ഇന്ന് ശൈവശാക്തീയ രീതികളിലുള്ള പല ക്ഷേത്രങ്ങളിലും ഒരു ഉപദേവനായി മാറിയിട്ടുണ്ട് മാടൻ തമ്പുരാൻ. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ദ്രാവിഡ ഗോത്രത്തിന്റെ പിൻഗാമികൾക്കിടയിൽ ഏറെ ആരാധിക്കപ്പെടുന്ന ദേവനാണ് സുബ്രഹ്മണ്യൻ. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ വളരെ കുറവായിരിക്കുമ്പോഴും ദക്ഷിണേന്ത്യയിൽ ധാരാളമായി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നു. തമിഴ് വംശജർക്കിടയിലാണ് സുബ്രഹ്മണ്യ ആരാധന ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത്. തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയിൽ ഉള്ളൂർ ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ മാറി ഉള്ളൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം. ഉള്ളൂരിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കൊച്ചുള്ളൂർ എന്നറിയപ്പെടുന്ന കവല. ഇവിടെ വലതുവശത്തേക്ക് തിരിയുന്ന ഒരു പാത കാണാം. അതിലൂടെ അല്പം നടന്നാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം.
റോഡിൽ നിന്നും താഴ്ന്നു സ്ഥിതി ചെയ്യുന്ന സമതലത്തിലാണ് ക്ഷേത്രം എന്നതിനാൽ പടികൾ ഇറങ്ങി വേണം ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേരാൻ. പടികൾ ഇറങ്ങിയാൽ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിന് മുന്നിലാണ്. ഇതിലൂടെ പ്രവേശിച്ച് കിഴക്കുഭാഗത്തെത്തിയാൽ ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയെ കാണാം. മനസ്സിലെ മയിൽവാഹനത്തിൽ മരവുമെൻ വേലായുധ ഹരിഗീതപുരവാസ ശത്രുഹര. കിഴക്കോട്ടാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനം. ശ്രീകോവിലിന് വലതുവശത്തായി ഗണപതിയും ഊട്ടുപുരയുടെ വലതുവശത്തായി മഹാദേവനും കുടികൊള്ളുന്നു. 4 കെട്ടിനുള്ളിലായി ശാസ്താവിന്റെ പ്രതിഷ്ഠ കാണാം. അതിനിടതുവശമായി യക്ഷിയമ്മയാണ്. ഈ ക്ഷേത്രങ്ങൾക്ക് അഭിമുഖമായാണ് നാഗരാജാവിന്റെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രം പഴയ കാലത്ത് ശാസ്താക്ഷേത്രമായിരുന്നുവെന്നും അന്നാട്ട് ശാസ്താവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നും പറയപ്പെടുന്നു. നെടുമങ്ങാട് രാജകുടുംബത്തിലുണ്ടായ ചില അനിഷ്ടങ്ങളെ തുടർന്ന് ദേവപ്രശ്നം നടത്തുകയും അതിലെ വിധിപ്രകാരം ഇവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഹരനർത്തനം കണ്ട നേത്രങ്ങളിൽ ഒളിതൂവും ബ്രഹ്മാണ്ട സൗന്ദര്യവും ഹിമഗിരി തനയതൻ അനുഗ്രഹം കവിയും ഹൃദയത്തിൽ നിറഞ്ഞാടും ധീരതയും. കുമാരകോവിൽ മാതൃകയിൽ തിനമാവ് തേനിൽ കുഴച്ച് പച്ചയ്ക്ക് നേദിക്കുന്ന രീതി ഇവിടെ നിലവിലുണ്ട്. കൂടാതെ മലർപ്പൊടിയും ഉണ്ണിയപ്പവും എല്ലാം ഇവിടത്തെ നിവേദ്യത്തിൽ ഉൾപ്പെടുന്നു. മകരത്തിലെ തൈപ്പൂയം ഇവിടത്തെ ഒരു പ്രധാന ആഘോഷമാണ്. അതുപോലെ തന്നെയാണ് മീനമാസത്തിലെ ഉത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന പൈങ്കുനി ഉത്സവവും. അതോടൊപ്പം നടക്കുന്ന ചടങ്ങാണ് നായ്വയ്പ്. സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നറിയപ്പെട്ടതോടെ ശാസ്താവ് ഉപദേവനായി മാറിയെങ്കിലും ശാസ്താപ്രീതിക്കായുള്ള കളമെഴുത്തും പാട്ടും പോലെയുള്ള ചടങ്ങുകൾ ഇന്നും പ്രാധാന്യത്തോടെ ഇവിടെ നടത്തപ്പെടുന്നു. ഏത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേതും എന്നതുപോലെ ഇവിടെയും കാവടി ഒരു പ്രധാന ചടങ്ങാണ്. ഉത്സവനാളുകളിൽ ഭഗവാനെ പല്ലക്കിലേറ്റി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഏറെ ഭക്തി നിർഭരമായി ഇവിടെ നടത്തപ്പെടുന്നു. ഗൗരീശപട്ടം ക്ഷേത്രം, മെഡിക്കൽ കോളേജിനടുത്തുള്ള ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവയുമായെല്ലാം ഐതിഹ്യപരമായ ബന്ധങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ മഹാക്ഷേത്രത്തിലെ സന്ദർശകനായിരുന്ന മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വചോധാരയ്ക്ക് കരുത്തു പകർന്നതിൽ ജ്ഞാനപാരംഗതനും ദേവസേനാനിയുമായ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹങ്ങൾക്കും പങ്കുണ്ട് എന്ന് വേണം കരുതാൻ. ഏതായാലും 600 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇന്നും നാടിന്റെ ഐശ്വര്യമായി നിലകൊള്ളുന്നു. ഹരിഗീതപുരവാസ ഹരിഗീതപുരവാസ. ലൗകിക മോഹവലയത്തിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി ഈശ്വര സവിധത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തമായവർക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഈശ്വരാനുഗ്രഹവും നിറഞ്ഞ ജീവിതമുണ്ടാകും. ഈശ്വരാനുഗ്രഹത്തോടെയുള്ള ജീവിതം കൈവരിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.